നീണ്ട ഇടവേളയ്ക്ക് ശേഷം ശബരിമല യുവതീ പ്രവേശന വിഷയം സുപ്രീംകോടതി പരിഗണനയ്ക്കെടുക്കുന്നു. യുവതീ പ്രവേശന ഹർജികൾ നാളെ പരിഗണിക്കും. 3-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്കെത്തുക. മതങ്ങളും യുവതീ സ്വാതന്ത്ര്യവും ആവശ്യപ്പെടുന്ന ഹർജികൾ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിൽ തീരുമാനമുണ്ടായേക്കും. ശബരിമല യുവതീ പ്രവേശന ഹർജിയിൽ സർക്കാരിന് മുന്നിലും പ്രതിസന്ധി. കോടതിയിൽ നിലപാട് പറയേണ്ടി വരും. സർക്കാർ നിലപാട് മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായി NSS. വ്യക്തമായ നിലപാട് പറയാതെ CPM നേതൃത്വം. ഹർജി കോടതിയിൽ വരട്ടെയെന്ന് നിയമമന്ത്രി. സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം. മാലാഖ കുഞ്ഞിന് വിട. ആലൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾ ഉടൻ ആരംഭിക്കും. മലപ്പള്ളിയിലെ വീട്ടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ. തിരുവനന്തപുരത്തെ SFI പ്രവർത്തകരുടെ മർദ്ദനമേറ്റ പോലീസുകാരനെതിരെ ഗുരുതര വകുപ്പുകൾ ചേർത്ത് കേസ്. നടപടിക്കെതിരെ സേനയ്ക്കുള്ളിൽ കടുത്ത അമർഷം. അക്രമം നടന്നത് ഇന്നലെ നഗരത്തിലെ മാളിനുള്ളിൽ. CPMുമായി ഇടഞ്ഞ നടൻ പ്രേംകുമാറിനെ ഒപ്പം നിർത്താൻ കോൺഗ്രസ്. കാട്ടാക്കടയിൽ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചന. കോൺഗ്രസ് നേതൃത്വം നടനുമായി ചർച്ച നടത്തി. നിലപാട് പറയാതെ പ്രേംകുമാർ. PK ശശി നിർണായക നീക്കത്തിനെന്ന് സൂചന. MP ഗോവിന്ദന്റെ പാലക്കാട് ജില്ലയിലെ യാത്രയിൽ പങ്കെടുക്കില്ല. അനാരോഗ്യം മൂലമെന്ന് വിശദീകരണം. മണ്ണാർക്കാട് ഗോവിന്ദന്റെ യാത്രയെത്തുക ഇന്ന് വൈകിട്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ തർക്കം ഒഴിവാക്കാൻ അനുനയ നീക്കങ്ങൾ. മാധ്യമങ്ങൾക്ക് മുഖം തരാതെ തർക്കം പരിഹരിക്കാൻ നീക്കം. ജോസും റോഷിയും തമ്മിൽ ചർച്ച നടത്തിയേക്കും. പാർട്ടിയിലെ തർക്കം പാലായിൽ ജോസിനെതിരെ ആയുധമാക്കി UDF. ആനക്കൊമ്പ് മോഷ്ടിച്ചത് സൈനിക ഉദ്യോഗസ്ഥൻ തന്നെയോ? പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ആനക്കൊമ്പ് മോഷണത്തിൽ അന്വേഷണം ഉദ്യോഗസ്ഥരിലേക്ക്. 5 പേരെ ചോദ്യം ചെയ്തു. മോഷണം നടന്നത് ക്യാമ്പിലെ DJ പാർട്ടിക്കിടെ. പ്രഖ്യാപനത്തിനപ്പുറം സമസ്തയിൽ ഐക്യം ഉടൻ ഉണ്ടായേക്കില്ല. സുന്നി ഐക്യം പറയുമ്പോഴും വിഭജന കാലം ഓർമ്മപ്പെടുത്തി കാന്തപുരത്തിന്റെ നീക്കം. വിട്ടുപോയവർ മടങ്ങി വരണമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നിലപാടിനോടും എതിർപ്പ്. ഇന്ന് മഹാശിവരാത്രി. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ. ആലുവ മണപ്പുറത്ത് അർദ്ധരാത്രി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ. ഇഷ ഫൗണ്ടേഷനിലടക്കം പ്രശസ്ത ശിവക്ഷേത്രങ്ങളിലേക്ക് ഭക്തജന പ്രവാഹം. രാജ്യത്തെ മികച്ച വികസന മാതൃകകൾ കോർപ്പറേഷനിൽ നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയെന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. ജനപ്രതിനിധികളെ മറ്റ് സംസ്ഥാനങ്ങളിലെ വികസനം പഠിക്കാൻ പ്രധാനമന്ത്രി നേരിട്ടാണ് അയച്ചതെന്ന് രാജേഷ്. ഭരണം BJPക്ക് ലഭിച്ചപ്പോൾ ഇന്ത്യയിൽ ഓരോ സ്ഥലത്തും നിലനിൽക്കുന്ന ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചു തരാൻ വേണ്ടി ഒരു രാജ്യത്തുള്ള പ്രധാനപ്പെട്ട ഭരണകർത്താക്കൾ തന്നെ മുൻകൈ എടുക്കുന്നു എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തെ ദേശീയ BJPയും കേന്ദ്ര ഗവൺമെൻറ്റും എത്രത്തോളം പ്രാധാന്യത്തോടെ കാണുന്നു എന്നുള്ളതാണ്. കോടികളുടെ പദ്ധതികൾ കോർപ്പറേഷന് വേണ്ടി പ്രഖ്യാപിക്കും എന്നത് മാധ്യമങ്ങളുടെ പ്രചാരണം. വേണ്ടത് നേടിയെടുക്കലാണ് ലക്ഷ്യമെന്നും VV രാജേഷ്. ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ചൊവ്വാഴ്ച. ഇന്ത്യ പാക് പ്രധാനമന്ത്രിമാർക്ക് ക്ഷണം. നരേന്ദ്രമോദി പങ്കെടുത്തേക്കില്ല. രാജ്യ താൽപര്യങ്ങൾ മുൻനിർത്തിയാകും ബംഗ്ലാദേശിന്റെ വിദേശ നയമെന്ന് താരിഖ് റഹ്മാൻ. T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാക് പോരാട്ടം. മത്സരം രാത്രി 7-ന് കൊളംബോയിൽ. മത്സരത്തിന് മഴ ഭീഷണി.